സംഖ്യാപുസ്തകം 23 അധ്യായം അതിൻ്റെ 21 വാക്യം താഴോട്ട് വായിച്ചാട്ട്. സംഖ്യാപുസ്തകം 23 അധ്യായം അതിൻ്റെ 21 തൊട്ട് താഴോട്ട്. നോക്കിക്കേ, ആരവരെ കൊണ്ടുവന്നു? ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. ഇനി 24 അധ്യായം അതിൻ്റെ 8 വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. 6 ലക്ഷം മതി. 6 ലക്ഷത്തിലധികമായ പുരുഷ പ്രജയടങ്ങിയ ഭീമാകാരമായ ജനസാഗരമടങ്ങിയ വലിയൊരു സമൂഹം. ആമേൻ. അതിനകത്ത് ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കൾ അഥവാ ദൈവം തിരഞ്ഞെടുത്ത മക്കൾ എന്ന് ആമേൻ വിശേഷിക്കപ്പെട്ടതായ അനുഭവം നമുക്കറിയാം. 400 വർഷത്തിലധികം ആ കൂട്ടത്തിന് ഇടയിൽ 400 വർഷത്തിലധികം ആ മിസ്രൈം ദേശത്ത് അവർ പാർക്കുകയും ജീവിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്നതായ സമ്പദ് വ്യവസ്ഥകൾ, ആട്, മാട്, പശു, അല്ലേ, ഒട്ടകം, അങ്ങനെ പൊന്ന്, വെള്ളി, സകല സമ്പദ് വ്യവസ്ഥകളും ആ ജൈത്രയാത്രയ്ക്കകത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നു. തീരുന്നില്ല. ആമേൻ, സ്തോത്രം. അവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ഭാര്യമാരുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, സഹോദരികളുണ്ടായിരുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ലക്ഷക്കണക്കിന് വരുന്ന വലിയൊരു ജനത്തെ നാം വായിച്ച കുറിവാക്യത്തിനകത്ത് പറയുന്നു. ആര് അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു? ദൈവം, യഹോവയായ ദൈവം അവരെ കൊണ്ടുവന്നു. നമുക്കറിയാം, ഈ മിസ്രൈമിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ടതായ ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന ഈ ജനസമൂഹത്തെ ആമേൻ സ്തോത്രം വിളിച്ചിറക്കിയത് നമുക്ക് നന്നായി അറിയാം. ആമേൻ സ്തോത്രം. കുറിവാക്യത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണത്? ആമേൻ സ്തോത്രം. ആമേൻ. അതിപ്രകാരമല്ല. എങ്ങനെ? മുല കുടിക്കുന്ന പ്രായത്തിൽ, ആമേൻ സ്തോത്രം, ആമേൻ, അമ്മയുടെ ചൂടനുഭവിക്കുന്ന പ്രായത്തിൽ നൈൽ നദിയിൽ ആമേൻ സ്തോത്രം ഞാങ്ങണപ്പെട്ടിയുടെ ഞെരുക്കത്തിലിരുന്ന ആമേൻ പുറന്തള്ളപ്പെട്ട മോശയല്ല അവരെ കൊണ്ടുവന്നത്. സ്തോത്രം. പകരം ഈ മോശയെ ഹൊരേബ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് വലിയ രക്ഷാകരമായ ദൗത്യത്തെ ആമേൻ സ്തോത്രം വലിയ നിയോഗത്തെ കൈമാറ്റിക്കൊണ്ട് ആമേൻ സ്തോത്രം ഈ മോശയെ ജനിപ്പിച്ച ഇസ്രായേൽ ജനതയെ ആമേൻ ജനിപ്പിച്ച, അതിന് ജന്മം കൊടുത്ത, ആമേൻ അതിന് ജീവൻ കൊടുത്ത, സകലത്തിനും കാരണഭൂതനായ, ഉലകത്തെ സൃഷ്ടിച്ച, സകല സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് അവരെ കൊണ്ടുവന്നത്. ആമേൻ സ്തോത്രം. ആമേൻ. അവിടെ ആമേൻ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല. ആമേൻ സ്തോത്രം. അതിന്റെ തെളിവ് മറ്റൊന്നുമല്ല, വിശുദ്ധ വചനം. നാം പുറപ്പാട് പുസ്തകം മുതൽ ആമേൻ താഴേക്ക് നമ്മൾ ഓരോ അധ്യായങ്ങളും ഓരോ പുസ്തകങ്ങളും നമ്മൾ മാറി മാറി പരതി നോക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? നമുക്കറിയാം, ആമേൻ മേഘത്തിന്റെ ആമേൻ തണലിലൂടെ നടത്തിയത് മോശ വിളിച്ചിറക്കിയത് കൊണ്ടല്ല. ആമേൻ സ്തോത്രം. മേഘത്തിൽ നിന്ന് വിശപ്പ് വന്നപ്പോൾ ആമേൻ മന്ന കൊടുത്ത് വിശപ്പ് മാറ്റിയത് മോശ വിളിച്ച് ഇറക്കിയ ഈയുടെ മേഘമല്ല. ദാഹിച്ചു വലഞ്ഞപ്പോൾ പാറയുടെ പിളർപ്പിൽ നിന്ന് ആമേൻ സ്തോത്രം കണ്ണുനീര് പോലുള്ള ആമേൻ ശുദ്ധജലം കൊടുത്ത് അവരുടെ ദാഹത്തെ മാറ്റിയത് മോശയുടെ വിളിയുടെ ഗുണമേന്മയല്ല. ആമേൻ സ്തോത്രം. അവിടെ കൊണ്ടും തീർന്നില്ല. രാത്രി ആമേൻ കൂരിരുട്ട് ബാധിച്ചപ്പോൾ മരുഭൂമിയിലൂടെ ജൈത്രയാത്രയ്ക്കകത്ത് അവർക്ക് മുമ്പോട്ട് ഒരു ചുവടുകളും എടുത്തു വെക്കുക അവർ പരിശ്രമിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പോകുമെന്നുള്ള അനുഭവം വന്നപ്പോൾ അവർക്ക് അഗ്നിനാളമായി അവർക്ക് വെളിച്ചം പകർന്നത് മോശയുടെ വിളിയുടെ ഗുണമേന്മയല്ല. ആമേൻ. അതിന്റെ ഒറ്റ തെളിവാണ് യഹോവയായ ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അതിൽ നിന്ന് ഞാനൊരു ദൂതനെയും കൂടെ ദൈവമക്കളോട് ഞാൻ കൈമാറുകയാ. ദൈവം തെരഞ്ഞെടുത്തവരെയും ദൈവം വിളിച്ചിറക്കിയവരെയും ആമേൻ സ്തോത്രം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ആമേൻ ആ ദൈവത്തിനുണ്ട്. ഇന്ന് പകൽ നിന്റെ വിളിക്കകത്ത് സംശയമുണ്ടെങ്കിൽ, നിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് സംശയമുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു സംശയമുണ്ടെങ്കിൽ, ആമേൻ ഈ മാർഗത്തിനകത്ത് വന്നിട്ടും ആമേൻ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധിയെ നോക്കി സംശയ വിചാരത്തോടെ ഈ സഭയ്ക്കകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂതനെ ഞാൻ കൈമാറാ. വിളിച്ചവൻ ദൈവമാണ്, തിരഞ്ഞെടുത്തവൻ ദൈവമാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മാറി മാറി തല പോയെന്ന് പറഞ്ഞാലും നിങ്ങളെയൊന്നും വിടത്തില്ലെന്ന് വാദിച്ചു കൊണ്ടിരുന്ന മിസ്രൈമിന്റെ രാജാവായ ഫറവോനെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അമർച്ച ചെയ്തതിന്റെ തെളിവ് വിശുദ്ധ വചനം ഇവിടെ കാണിക്കുകയാണ്.
ഒന്നാമത്തെ തെളിവ് എന്താണെന്നറിയാമോ? ഒന്നാമത്തെ തെളിവ് ആമേ സ്തോത്രം, കുടിക്കുന്ന കിണറ്റിനകത്ത് കുടിക്കുന്നതായ വെള്ളം ശേഖരിച്ചിരിക്കുന്ന ആമേ സ്തോത്രം കുടിക്കാൻ ആമേ ആശ്രയിച്ചു കൊണ്ടിരുന്ന നീരുറവയ്ക്കകത്ത് ആമേ സ്തോത്രം എന്ത് ചെയ്തു? രാജ്യത്തിന്റെ നദിക്കകത്തും കിണറിനകത്തും ഉറവയ്ക്കകത്തും അവൻ രക്തം കലർത്തി. ആമേ സ്തോത്രം തീരുന്നില്ല. ആമേ രണ്ടാമത്തെ ബാധ സ്വർഗീയ ദൈവം അയച്ചു. രണ്ടെന്താണ്? ആമേ ഇന്ന് നമ്മൾ കിടക്കുന്നത് സുനിദ്ര മാട്രസിലും എമ്മ മാട്രസിലും ആണെങ്കിൽ ആമേ സ്തോത്രം അന്ന് ദൈവം തെരഞ്ഞെടുത്തവനോട് മത്സരിച്ചപ്പോ ദൈവം ഇറക്കിത്തിരിക്കുവാൻ ആമേ സ്തോത്രം ആമേൻ ഉടമ്പടി ചെയ്ത് ആമേൻ ദൈവം തീരുമാനമെടുത്തപ്പോ അതിനെതിരായി നിന്ന ഫറവോന്റെ രാജ്യത്ത് മുഴുവനും മെത്തയ്ക്ക് പകരം മൊത്തം തവളയായി തീർന്നെന്ന് ആമേൻ ഹല്ലേലൂയ. ആർക്കൊക്കെ ഇന്ന് സ്തോത്രം പറയാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവം തെരഞ്ഞെടുത്തവനെ, ദൈവം വിളച്ചിറക്കിയവനെ, ദൈവത്തെ സേവിക്കുന്നവനെ ആരെല്ലാം അമർച്ച ചെയ്താലോ ആമേൻ അവന്റെ കിടക്കയിൽ പോലും ആമേ സ്തോത്രം ഇടപെടുന്ന ഒരു ദൈവത്തെയാ നിങ്ങൾ ഞാനും സേവിക്കുന്നത്. തീർന്നില്ല. ആമേ സ്തോത്രം പൊടി മണ്ണ് കൊണ്ട് ആമേ സ്തോത്രം പൊടി ആമേ മണൽ തരികൾ കൊണ്ട് നിറയപ്പെടേണ്ട നിലം മുഴുവനും പകരം പേനാക്കി മാറ്റാൻ എന്റെ ദൈവം തീരുമാനിച്ചു. ഹല്ലേലൂയ. ആർക്കാ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്? 4 വായിച്ച 5 മൃഗങ്ങൾക്കുണ്ടായ സകല വ്യാധികളും ആമേൻ. അടുത്തത് തീരുന്നില്ല. 6 ഭരു, 7 കൽമഴ എന്ന് പറഞ്ഞാൽ വയലിനകത്ത് മുഴുവനും ആമേൻ വേർപ്പൊഴുക്കി അധ്വാനിച്ച് വിതച്ചതായ ഗോതമ്പ് യവം ആമേൻ സ്തോത്രം കഷ്ടപ്പാടിനെ മൊത്തം ഒരു സെക്കൻഡ് കൊണ്ട് ആമേൻ സ്തോത്രം യഹോവയ്ക്ക് ഇല്ലാതാക്കാൻ ആമേൻ സ്തോത്രം കഴിഞ്ഞുവെങ്കിൽ എങ്ങനെ? കൽമഴ പെയ്യിച്ച്. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവനെ ഈ ദൂതനെ ആർക്കാ പിടിക്കാൻ പറ്റുന്നേ? ആർക്കാ ആത്മാവിലൊന്ന് സഞ്ചരിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഈ ദൂതനെ ഇന്ന് പകൽ ഞാൻ ഏറ്റെടുക്കുക. നിന്നെ ദൈവം തെരഞ്ഞെടുത്താൽ, നിന്നെ ദൈവം വിളിച്ചിറക്കിയാൽ, നിന്നെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആരാണോ തടയിട്ടത്, ആരാണോ ബ്ലോക്ക് ചെയ്തത്, അവന്റെ നന്മയെ പോലും കെടുത്തുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. തീരുന്നില്ല. 8 അവർ വിതച്ച വിത്തിലെ നന്മകളെ തിന്നുകളയുവാൻ വെട്ടുക്കിളിയെ അവൻ ഇറക്കി. തീരുന്നില്ല. സ്തോത്രം. വാട്സ് കൂടിയ ലൈറ്റ് ഇട്ടിട്ടും പന്തം കത്തിച്ചിട്ടും അന്നത്തെ കാലഘട്ടത്തിലെ സിസ്റ്റം മുഴുവനും ആമേ പ്രകാശത്തിന് വേണ്ടി ആമേ ഫറവോനും കൂട്ടരും രാജ്യം മുഴുവനും പരിശ്രമിച്ചപ്പോഴും പരിശ്രമത്തെ ഇല്ലാതാക്കി ദേശത്ത് മുഴുവനും കൂരിരുട്ട് നടത്തിയ, കൂരിരുട്ട് വ്യാപിച്ച ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഞാനും സേവിക്കുന്നത്. കാരണം എന്താ? തിരഞ്ഞെടുത്തവനെ തടഞ്ഞാൽ, വിളിച്ചവനെ തടഞ്ഞാൽ, സേവിക്കുന്നവനെ തടഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവനെ തടഞ്ഞാൽ, അന്യഭാഷ പറയുന്നവനെ തടഞ്ഞാൽ, അവനെതിരെ വിമർശിച്ച, അവന്റെ വഴികളെ തടയാൻ ശ്രമിച്ച, ആത്മാവിൽ ആരാധിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, നിന്നുപോയ നിന്റെ പ്രാർത്ഥന, നിന്റെ കുടുംബത്തിനകത്ത് നിന്നുപോയ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ. കാലഘട്ടം എത്രയായി ഭാവിരിച്ചിട്ട്, കാലഘട്ടം എത്രയായി പായൊന്ന് നിവർത്തിയിട്ട് മുട്ടുമടക്കിയിട്ട് ഇന്ന് പകൽ ഞാൻ പറയാ ആമേൻ മടക്കി വെച്ച പായ നീ നിവർത്ത് മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നിനക്കെതിരെ നിന്നതിനെ ആരാധിക്കാൻ കഴിയുന്ന ദൈവ പൈതൽ ആത്മാവിൽ ആരാധിച്ചോ. ജീസസ്. ഓ ജീസസ്. അവസാനം 10 ആമേൻ സ്തോത്രം. തീരുന്നില്ല. അവസാനിപ്പിക്കുക ദൈവം. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അവസാനം ഫറവോന്റെ രാജ്യത്തെ മുഴുവന്റെയും ആമേൻ സ്തോത്രം കുടുംബത്തെ കയറി ആമേൻ കടിഞ്ഞൂലുകളാകുന്ന മുഴുവൻ തലമുറയും തൊട്ടപ്പോൾ ഫറവോന്റെ പിടിവിട്ടു. മനസ്സിലായില്ല? ആമേൻ സ്തോത്രം. ഒരു കാരണവശാലും തല പോയാലും ഞാൻ ഇവരെ വിടത്തില്ലെന്ന് പറഞ്ഞ ഫറവോന്റെ പിടിവിടിയിക്കാൻ ആമേൻ സ്തോത്രം സംഹാര താണ്ഡവമാടിയ യഹോവ ഇന്നും ജീവിക്കുന്നു. ആമേൻ സ്തോത്രം. നീ പകരം ചെയ്യണ്ട, നീ പകരം ചോദിക്കാൻ പോകണ്ട, നീ യുദ്ധം ചെയ്യാൻ പോകണ്ട. ആമേൻ യുദ്ധം യഹോവയ്ക്കുള്ളതാണെങ്കിൽ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുന്നവനെ സംരക്ഷിക്കുക, ആമേൻ സേവിക്കുന്നവരെ സംരക്ഷിക്കുക, ആരാധിക്കുന്നവരെ സംരക്ഷിക്കുക. ആമേൻ ഹല്ലേലൂയ. ആമേൻ വാദിക്കുന്നവന്റെ പിടിപിടിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ആരാധിക്കാൻ കഴിയുന്ന ദൈവ പൈതൽ വിശ്വാസത്തോടെ ആരാധിച്ചോ. ഓ ജീസസ്. ഹർഥക ഹംധുര ഭനാദക സ്യാധനെ ആത്മശക്തിയെ. ഹല്ലേലൂയ. പതറിപ്പോകുന്നവരെ ആത്മാവിൽ ഞാൻ പറയട്ടെ, വീണു പോകുന്നവരെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നീ സേവിക്കുന്നത് ആരെയാണ്? സ്തോത്രം. ആമേൻ 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 ആമേൻ. ഒരു സാധാരണ ദൈവമല്ല, അല്ല അല്ല അല്ലെന്നേ. സ്തോത്രം സ്തോത്രം.
സംഖ്യാപുസ്തകം 21 അധ്യായം അതിന്റെ 23 വാക്യം പെട്ടെന്ന് വായിച്ചേ. നോക്കിക്കേ, കുറിവാക്യം എന്തായിരുന്നു? മിസ്രൈമിൽ നിന്ന് ആരവരെ കൊണ്ടുവന്നു? ദൈവം അവരെ കൊണ്ടുവന്നു. അതാണോ നമ്മൾ വായിച്ച കുറിവാക്യം? എത്ര പേരുടെ മനസ്സിലുണ്ട്? അതാണോ വായിച്ചത്? അത് എനിക്ക് തെറ്റുപറ്റിയോ? മിസ്റ്റേക്ക് പറ്റിയോ? തെറ്റുപറ്റിയോ? ഇല്ല. അപ്പൊ യഹോവയെ ഇറക്കി തിരിച്ച ഇസ്രായേൽ ജനം യാത്രയിലുടനീളം ആമേൻ അവർ സഞ്ചരിച്ചു വന്ന പാതയിൽ പല വിഷയങ്ങളുണ്ടായിരുന്നു. അതിലൊരു വിഷയമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്ത്? സീഹോൻ തന്റെ ദേശത്ത് കൂടി ഇസ്രായേൽ കടന്നു പോകുവാൻ സമ്മതിക്കാതെ തന്റെ ജനത്തെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിന്റെ നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അടുത്തതാ, അവൻ യാഹാസിൽ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. എന്നാൽ അടുത്ത വാക്യം, ഇസ്രായേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി. ആമേ സ്തോത്രം. അടുത്തത് പറയുന്നു, അർണോൻ മുതൽ യബ്ബോഗ് വരെയും അമോന്യരുടെ അതിർ വരെയും ഉള്ള അവന്റെ ദേശത്തെ കൈവശമാക്കി. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നിന്റെ യാത്രയ്ക്കകത്ത് ആമേ സ്തോത്രം വഴി തടയാൻ, ആമേ സ്തോത്രം ബ്ലോക്ക് ചെയ്യാൻ ഇതിനകത്ത് കാല് കയറ്റത്തില്ല. ആമേ സ്തോത്രം നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരു കാരണവശാലും ആമേ നിന്നെ ഞാൻ വിടുകയില്ലെന്ന് പറഞ്ഞു വന്ന ആമേ സ്തോത്രം സീഹോനെ കൈകാര്യം ചെയ്ത ഒരു ദൈവം ഇന്ന് പകൽ ഈ വചനം പറഞ്ഞ് ഈ വായിച്ചു കേട്ട വചനത്തെ റിസീവ് ചെയ്ത് അതേപോലെ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിവുള്ള ദൈവ പൈതൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് മാത്രം ഞാൻ ദൂത് കൈമാറാം. നിനക്കെതിരെ നിന്ന സീഹോൻ യുദ്ധം ചെയ്യാൻ വന്നാലോ അതിനെതിരെ നീ യുദ്ധം ചെയ്ത നിന്നെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു യഹോവ നിന്റെ കൂടെയുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. കാരണം എന്താ? മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വിളിച്ച് വേർതിരിച്ചത് മോശയല്ല, ആരോനല്ല, ആമേൻ പുത്രന്മാരല്ല, ഗോത്ര തലവന്മാരല്ല. വിളിച്ചിറക്കിയത് യഹോവയായ ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചുരുക്കത്തിൽ പറഞ്ഞാൽ പല മാർഗത്തിലും പല വഴികളിലൂടെയും സഞ്ചരിച്ചും ജീവിച്ചും ജീവിതം മതം പതിച്ച് നാശകരമായ പാപത്തിന്റെ പടുകുഴിക്കകത്ത് കിടന്ന് നമ്മളെ തെരഞ്ഞെടുത്തത് ആരാ? ആമേ നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാ? സ്തോത്രം. നമ്മളെ വേർതിരിച്ചിരുന്നത് ആരാ? ഇസ്രായേൽ ജനതയെ വരുത്തിച്ച കൂടെ നടന്ന യഹോവ. സ്തോത്രം, ഹല്ലേലൂയ. ഈ കൃപയിലേക്ക് കൊണ്ടുവന്നത് ആരാ? ദൈവകൃപയാണോ? അതെ. അപ്പം വേദപുസ്തകം നമ്മൾ വായിച്ചു പോയത് കൊണ്ട് എന്തില്ല? ഈ വചനത്തിന്റെ പ്രത്യേകത, വചനത്തെ പറ്റി പ്രസംഗിക്കണ മണിക്കൂറുകൾ വേണം. ഈ വചനത്തിന്റെ പവർ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വചനത്തെ വായിക്കുന്ന പലപ്പോഴും അധ്യായം തീർക്കാൻ, അല്ലെ? സ്തോത്രം. അധ്യായം തീർക്കാൻ, അല്ലെങ്കിൽ പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ നമുക്കൊന്ന് സ്തോത്രം ഒരു സാക്ഷ്യം പറയാൻ, അല്ലെ? ഒരുപക്ഷെ സാക്ഷ്യത്തിന് ഇരിക്കുമ്പോഴായിരിക്കും ഞായറാഴ്ച നല്ല വാക്യം എവിടെ? സ്തോത്രം. അങ്ങനെ ഇവിടെ ആരും ചെയ്യാത്തതിനായി സ്തോത്രം. ആമേൻ. വചനം എന്താണ്? ദൈവമാണ്. ഈ വചനം, ഈ പറയപ്പെട്ട വചനം, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വായിക്കുക മാത്രമല്ല, ഇതൊക്കെ ആക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ഒന്ന്, വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതാ ഞാൻ മുഖവരിയായി പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം എന്നും ഇന്നും ഇന്നലെയും അനന്യൻ തന്നെ എന്ന് പറഞ്ഞാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ, അന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്നും ഒരു മാറ്റവുമില്ലാതെ എവിടെ ഉണ്ട്? പറ. നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം? നമ്മൾ പാട്ട് പാടുമല്ലേ? അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാണ്. സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ,
അവരുടെ അതേ ദൈവം ഒരു മാറ്റവും ഇല്ലാതെ ആമേ സ്തോത്രം പറയണം. ആമേ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, ആമേ സ്തോത്രം എന്റെയും ദൈവം കൂടെയുള്ളതിനാൽ, എന്റെ ദൈവം കൂടെയുള്ളതിനാൽ, ആമേ സ്വന്തമായിട്ടൊന്ന് പറയുന്നേ. ആമൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അത് എന്റെയും ദൈവം കൂടെയുള്ളതിനാൽ. സ്തോത്രം. അപ്പൊ ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അന്ന് പ്രവർത്തിച്ച വീര്യപ്രവർത്തികൾ നമുക്ക് വേണ്ടി ചെയ്യത്തില്ലേ? സ്തോത്രം. നമ്മുടെ പ്രശ്നം അതാ, അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ദൈവത്തെ നമ്മൾ കാണുന്നുള്ളൂ. അവർക്ക് വേണ്ടി അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും ചെയ്ത ഒരു ദൈവത്തെ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പല പാസ്റ്റർമാരും ഉപദേശമാരും പ്രസംഗിച്ചിട്ടും ഉള്ളൂ. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ആ ദൈവം ഇന്നും അനന്യൻ തന്നെ. അവൻ ആദിയിൽ ഉണ്ടായിരുന്നു, അവൻ ആദ്യനും അന്ത്യനുമായിരുന്നു. അപ്പൊ അതിനകത്ത് വ്യത്യാസമില്ല, അതിനകത്ത് ഭാവമാറ്റമില്ല, സ്വഭാവമാറ്റമില്ല, വാക്കുമാറ്റമില്ല, കബളിപ്പിക്കലില്ല. ആമേസ്തോത്രം. ഈ ഉലകത്തിലെ ദൈവങ്ങളെ മുഴുവനും അങ്ങനെ മനുഷ്യനുണ്ടാക്കിയപ്പോൾ ആമേസ്തോത്രം നിലനിൽക്കാൻ കഴിയാതെ എത്രയോ ദൈവങ്ങൾ വാലിഞ്ചുരുട്ടി ഓടിപ്പോയ ചരിത്രങ്ങൾ നമ്മുടെ കേരളക്കരയിൽ തന്നെയുണ്ട്. എന്നാൽ ഇന്ന് കാര്യം ഞാൻ പറയാ, അവൻ അനാദിയായി ആദിനും അന്ത്യനുമായി അവൻ നിലനിൽക്കുന്ന ദൈവമാണ്. ഞാനൊരു കാര്യം പറയാ, സീഹോൻ വഴി തടഞ്ഞപ്പോൾ യുദ്ധം ചെയ്ത് അവരെ തുരത്തി ഓടിച്ച ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ആരാ തയ്യാറാകുന്നേ? ഈ വചനത്തിന് കർത്താവേ, ഈ വചനം പോലെ തന്നെ എന്റെ കുടുംബത്തിനകത്ത് എന്റെ തലമുറയുടെ വിശാലത മുമ്പോട്ട് പോകുമ്പോൾ സീഹോൻ എതിരായി നിൽക്കുമ്പോൾ പറ, സീഹോനെ നിന്നെ തകർത്തവൻ ഇന്നും എന്റെ കൂടെ ഉണ്ട്. ജീസസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ എന്റെ മെസ്സേജിന്റെ ടോപ്പിക് ഇത്രേ ഉള്ളൂ. തെരഞ്ഞെടുത്തവൻ അല്ലെങ്കിൽ വിളിച്ചവൻ ബാക്കി കാര്യം നോക്കും. സ്തോത്രം. ഈ മെസ്സേജ് ഞാൻ തയ്യാറാക്കാൻ ഇരുന്നപ്പോഴേ എനിക്ക് തന്ന ടൈറ്റിലാ, തെരഞ്ഞെടുത്തവൻ വിളിച്ചവൻ ബാക്കി കാര്യം നോക്കും. സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ഒന്ന് സ്തോത്രം പറ. ജീസസ്. ബാക്കി കാര്യം നോക്കുക വെച്ചാ, ബാക്കി കാര്യം നോക്കും ദൈവമക്കളെ. വിളിക്കാനും ഇറക്കാനും മാത്രമല്ല എന്റെ ദൈവത്തിന് അറിയാന്ന്, ബാക്കി കാര്യം നോക്കാറില്ല. സ്തോത്രം. പറ, സ്വയം ഒന്ന് അകത്ത മനുഷ്യനോട് പറ. ആമേ സ്തോത്രം. നിങ്ങളുടെ പേര് ആരുടെയും ഞാൻ പറയുന്നില്ല. ആമേ സ്തോത്രം. അച്ഛൻ കുഞ്ഞേ, ഞാനൊരു ഉദാഹരണം പറയാം. അയ്യോ, ദേവദാസിന്റെ പേര് അതാണല്ലോ അല്ലേ, ക്ഷമിക്കണം കേട്ടോ. സ്തോത്രം. ഇനി അത് വേറെ ഒരു തലത്തിലേക്ക് പോകല്ലോ. ഒന്നാമത് ഞാൻ പ്രഷർ സിറ്റുവേഷനില്ല. സ്തോത്രം. സ്തോത്രം. ഇവിടെ ആരോ ഇല്ലാത്ത മത്തായിച്ചനോ? സ്തോത്രം. അപ്പൊ സ്വയം പറയണം, എന്നെ വിളിച്ചിറക്കി, എന്നെ അമ്മയുടെ ജീവിതത്തിൽ ഞാനൊരു മകനായി മകളായി ജനിക്കപ്പെട്ടപ്പോൾ തന്നെ എന്തിനു പറയും? വചനം പറയുന്നു, ഉരുവാകുന്നതിന് മുന്നേ നീ എന്നെ കണ്ടു. സ്തോത്രം. ആ കണ്ട എന്നെ വിളിച്ചിറക്കി ജലത്തിൽ സ്നാനപ്പെടാനോ ഏതെങ്കിലും തോട്ടിലോ കടവിലോ പോയി മുക്കി പെന്തക്കോസുകാരനാക്കി അഭിഷേകം തന്ന് കൈയടിച്ച് അന്യഭാഷ പറയാൻ മാത്രമല്ല ദൈവത്തിനറിയാവുന്ന ദൈവം അതെല്ലാം കൃപ തന്ന് ഒരു പ്രോസസ്സിങ്ങിലൂടെ ചെയ്തിട്ട് അവൻ ഇതിനകത്ത് കൊണ്ടിരുത്തിയാൽ ആമേ സ്തോത്രം. വചനം പറയുന്നു, ഞാൻ നിന്നെ നരയോളം ചുമക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്? വിളിക്കാൻ മാത്രമല്ല ദൈവമക്കളെ അറിയാവുന്നത്, തിരഞ്ഞെടുക്കാൻ മാത്രമല്ല അറിയാവുന്നത്, ഏതെങ്കിലും സെൻട്രൽ വാസ്റ്റിന്റെ കീഴിൽ സ്നാനപ്പെടുത്താൻ മാത്രമല്ല അവൻ അറിയാവുന്നത്. ബാക്കി കാര്യം നോക്കാം, എന്റെ ദൈവത്തിന് അറിയാം. ജീസസ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. നോക്കിക്കേ, സംഖ്യാപുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അതിന്റെ ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കേ. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. അപ്പം
ദൈവം നേരിട്ട് ഏൽപ്പിച്ചതും ഫലമേൽപ്പിച്ചത്, സംസാരിച്ചത്, കേൾപ്പിച്ചത്, മനസ്സിലാക്കി കൊടുത്തത് ആരോടാ? ജനത്തോടാണോ? അല്ല, മോശയോടാ. സ്തോത്രം. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ആരാജാ? മോശയാ, ശുശ്രൂഷയ്ക്ക് വേണ്ടി. സ്തോത്രം. കൂടെ ആരെ കൊടുത്തു? അഹരോൻ. അപ്പം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് അഭിമുഖീകരിക്കുക ഇപ്പോൾ? സ്തോത്രം. കൂടെ നടക്കുന്നവൻ. മനസ്സിലായില്ല? മോശ പറയുന്നത് കേട്ട് യാഗം കഴിച്ച്, ശ്രദ്ധിക്കണേ, മോശ പറഞ്ഞത് കേട്ട് യാഗം കഴിച്ച് നടക്കേണ്ട വഴി പറയുമ്പോൾ അതുവഴി പോയി. സ്തോത്രം. മല കയറേണ്ടത് മല കയറി, യുദ്ധം ചെയ്യാനുള്ളത് യുദ്ധം ചെയ്ത്, കാണാനുള്ളത് കണ്ട് കേട്ടു വന്ന് എന്ന് പറഞ്ഞാൽ കൂടെ നടന്നവർ എന്ത് ചെയ്തു? വിരോധമായി കൂട്ടം കൂടി. സ്തോത്രം. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്തുണ്ട്? വിരോധമായ കൂട്ടമുണ്ട്. ദൈവം വിളിച്ചിറക്കിയവൻ എന്തുണ്ട്? വിരോധമായ കൂട്ടമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഇതെല്ലാം നമ്മൾ മുന്നമേ കണ്ടെന്ത് ചെയ്തോണം? പ്രത്യാശ നിറഞ്ഞവരായി ദൈവത്തിന്റെ കരത്തിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തോണം. ഈ മോശയുടെ കാര്യം നമ്മൾ വായിച്ചാൽ ഒത്തിരി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? എന്ത് കേസുണ്ടെങ്കിലും പുള്ളി സ്വന്തമായിട്ട് ഒരു കാര്യം ഡീൽ ചെയ്യത്തില്ല. സ്വന്തമായിട്ട് ഒരു കേസും അറ്റൻഡ് ചെയ്യത്തില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് കേസുണ്ടെങ്കിലും എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് വിടുക. തെരഞ്ഞെടുത്തവന്റെ ലക്ഷണം അതാണ്. സ്തോത്രം പറയുന്നില്ല. ദൈവം തെരഞ്ഞെടുത്തവന്റെ, ദൈവം വിളിച്ചവന്റേതായ നല്ല ലക്ഷണം എന്താണ്? സ്തോത്രം. അങ്ങോട്ടായിരിക്കണം എല്ലാ കാര്യവും വിടേണ്ടത്. സ്തോത്രം. ഒരു മനുഷ്യനോട് പറയുന്നതിന് മുന്നമേ, ഒരു പാസ്റ്ററിനോട് പറയുന്നതിന് മുന്നമേ, അയലക്കാരോട് പറയുന്നതിന് മുന്നമേ, കൂടെ പണിയുന്നവരോട് പറയുന്നതിന് മുന്നമേ എവിടെ വിടണം? അയക്കേണ്ടടുത്ത് അയക്കണം. സ്തോത്രം പറ. ഞാൻ ഈ സ്വത്രം പറഞ്ഞ് ഞാൻ ഈ പറയിപ്പിച്ചിട്ട് നിങ്ങൾ സ്വത്രം പറഞ്ഞാൽ ഒരു ഗുണമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. ആമേൻ. അതുകൊണ്ടൊന്നും അർത്ഥമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞു? സുനിൽ പാസ്റ്റർ കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്തിനാ? അല്ല, സുനിൽ പാസ്റ്റർ അല്ല, സുഭാഷ് കുമരൻ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു, പക്ഷേ എന്തിനാ ഈ സ്വത്രം പറ ആമേൻ പറയുന്ന പറയിപ്പിക്കുന്നത് എന്തിനാ? സുഭാഷ് പാസ്റ്റർ ഉത്തരം പറഞ്ഞതാ, ഇവര് പറയാത്തോണ്ട്, ഇരിക്കുന്ന ഒന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയിപ്പിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നതിന് സാരം, ഈ തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്തുണ്ട്? വിരോധമായ കൂട്ടമുണ്ട്. വിളിക്കപ്പെട്ടവൻ എന്തുണ്ട്? വിരോധമായ കൂട്ടമുണ്ട്. ദൗത്യം ഏൽപ്പിച്ച ആ ദൗത്യത്തെ വഹിക്കുന്നവൻ എന്തുണ്ട്? വിരോധമായ കൂട്ടമുണ്ട്. സ്തോത്രം. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പോൾ, വായിക്കണ്ട, അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അവരുടെ പരാതി എന്തൊക്കെയാണെന്നറിയാവോ? അവരുടെ പരാതി, അയ്യോ, അത് ഭയങ്കര വിശേഷതയാണ്. ആ വാക്യം ശ്രദ്ധിച്ച് വായിക്കാൻ. അവർ പറയുന്ന പദമാണ്, വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്ന്. വല്ലാത്ത സ്ഥലത്ത്. പരാതിയാ. ആരുടെ പരാതി? ദൈവമക്കളുടെ പരാതിയാ. ദൈവം വിളിച്ചവരുടെ പരാതിയാ. ദൈവം വിളിച്ചിറക്കിയ കുറിവാക്യം എന്തായിരുന്നു? ദൈവം അവരെ മിസ്രൈമിൽ നിന്ന്. അപ്പൊ കൂടെ ആരുണ്ടച്ചാ? ദൈവമുണ്ട്. ദൈവമുള്ളവരുടെ പരാതിയാ. എന്ത്? നീ ഞങ്ങളെ വല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നു. അടുത്തത് എണ്ണി പറയാ, ഇവിടെ വിത്തില്ല, അത്തിപ്പഴമില്ല, മുന്തിരിയില്ല, മാതളമില്ല, വെള്ളമില്ല. പരാതിയുടെ കൂമ്പാരം ഇസ്രായേൽ ജനത ആരുടെ മുമ്പിൽ അഴിച്ചുവിട്ടു? മോശയുടെ മുമ്പിൽ അഴിച്ചുവിട്ടു. സ്തോത്രം. നോക്കിക്കേ, പാസ്റ്റർമാരുടെയും ജനത്തെ നയിക്കുന്നവരുടെയും വലിയ വിഷയമാണ് പരാതിയുടെ കൂമ്പാരം. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? സ്തോത്രം. ഇതെന്നെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കൂടെ ഒരു കാര്യം കേട്ടോ. മോശ ചെയ്തത് വെച്ചാൽ വേറൊന്നുമല്ല, പരാതിയുടെ കൂമ്പാരമാണ്. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നപ്പോൾ പറമോൻ തരുന്ന ചില്ലിക്കാശ്, ഇഷ്ടിക ചൂളയ്ക്കകത്ത് പോയി കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി അധ്വാനിച്ച് സ്തോത്രം അടിമയെ പോലെ പണിയെടുത്തിട്ട് ഇച്ചിരി ഇറച്ചി കഷ്ണം കിട്ടിയാൽ
അത് സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീം ദൈവം വിളിച്ചിറക്കിയപ്പോൾ പറയുന്നു, വല്ലാത്ത സ്ഥലത്ത് അത്തിയില്ല, വിത്തില്ല, മുന്തിരിയില്ല, മാതളമില്ല, വെള്ളമില്ല, പരാതി. സ്തോത്രം. നോക്കിക്കേ, ആമേൻ, സ്തോത്രം. പരാതിയുടെ കൂമ്പാരം. പക്ഷെ ഈ മോശ, തെരഞ്ഞെടുക്കപ്പെട്ട മോശ എന്ത് ചെയ്തെന്നറിയാവോ? മോട്ടിവേഷൻ സ്പീക്കറുടെ അടുക്കൽ പോകാതെ, പ്രചോദനം ആമേൻ എവിടുന്നെങ്കിലും കിട്ടുമോന്ന് നോക്കാതെ നേരെ പോയത് എവിടാന്നറിയാവോ? ദൈവത്തിന്റെ സന്നിധിയിലാണ്. സ്തോത്രം. 20-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചു. നോക്കിക്കേ, മോശയും അഹരോനും എവിടെ പോയി കവണ് വീണു? ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പോയി എന്ത് ചെയ്തു വെച്ചാ? കവിണ്ണു വീണു. അപ്പൊ ഞാൻ ഈ കവിണ്ണു വീണു അങ്ങനെ കുറെ വാക്കുകള് ഈ ഇസ്രായേൽ ജനതയുടെ യാത്രക്കിടയിൽ ഒത്തിരി കാണാനുണ്ട്. കവിണ്ണു വീണു എവിടെ? ദൈവസന്നിധി. അമ്മാമേ, നമുക്ക് ധ്യാനിക്കാം, പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ എൻ്റെ വോക്കൽ കോഡ്, ഇന്നലത്തെ എൻ്റെ വോക്കൽ കോഡ് കളഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇവിടെ നീരായി. ആർക്ക് വേണ്ടിയിട്ടാണ്? ആമേൻ. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം ഈ കവിണ്ണ് വീണത് ഒത്തിരി നമുക്ക് കാണാൻ കഴിയും. കവിണ്ണ് വീണത്. അപ്പൊ ഞാൻ ഇതിനെ പറ്റി ഒന്ന് ചകഞ്ഞു നോക്കി, ആഴമായിട്ടല്ല, ചെറിയ തോതിൽ. അവിടെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ അതിശയകരമായ ദൈവ സാന്നിധ്യം, ഈ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യുന്നു? പലപ്പോഴും ഇവർ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവര് കവിണ്ണ് വീണു. സ്തോത്രം. അതിന്റെ തീവ്രതയെ അളക്കാൻ എന്ത് ചെയ്യുന്ന മനുഷ്യന് കഴിയത്തില്ലെന്ന് അവിടെ വ്യക്തമായി നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം മനുഷ്യ ബലഹീനതയ്ക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവ സാന്നിധ്യവും ദൈവിക ഇടപെടലുകളും ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് ആര് കവിണ്ണ് വീഴുന്നത്? യഹൂദന്മാര് കവിണ്ണ് വീഴുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്തി, ഭയം, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ നിലത്ത് വീണ് ദൈവത്തോടുള്ള അഗാധമായ ഭയത്തിന്റെ ആദരവിന്റെയും ഒരു പ്രവൃത്തിയായിരുന്നു. എന്ത്? ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല. എൻ്റെ കൂടെ വാ, നിങ്ങൾ എൻ്റെ കൂടെ വാന്നേ. സ്തോത്രം. ദൈവസന്നിധിയിൽ കവിണ്ണ് വീഴുന്നത്. സ്തോത്രം. ആമേൻ. സമർപ്പണവും ആരാധനയും ദൈവഹിതത്തിനും അധികാരത്തിനുമുള്ള കീഴ്പ്പെടലിന്റെ ഒരു ശാരീരിക പ്രകടനമായിരുന്നു. എന്ത്? കവിണ്ണ് വീഴുന്നത്. സ്തോത്രം. ആമേൻ. യഹോവയുടെ വിളി കേട്ടിറങ്ങിയവർ. സ്തോത്രം. ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? വീണോണം. സ്തോത്രം. വീണോണം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പലർക്കും ഇല്ലാത്തൊരു സാധനം എന്ത്? കവിണ്ണ് വീണാനുള്ള മനസ്സും കവിണ്ണ് വീഴാനുള്ള ശരീരവും. സ്തോത്രം. ചൊവ്വേ നേരം മുട്ടുമടക്കി പോലും പ്രാർത്ഥിക്കാത്ത ടീമുകളെ കവിണ്ണ് വീഴാൻ പോകുന്നു. എത്ര കാലമായി മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട്? എത്ര കാലമായി മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട്? വാദം, കോച്ച, ഉളുക്ക്. സ്തോത്രം. ഞാൻ കുറ്റം പറയുന്നതല്ല. ഈ സ്തോത്രം. കവിണ്ണ് വീണത് അപ്പന്റെ സന്നദ്ധിയിൽ. തിരഞ്ഞെടുക്കപ്പെട്ടവരെ, വിളിക്കപ്പെട്ടവരെ, ദൈവം കൂടെ നടക്കുന്നെന്ന് പറയുന്നവരെ, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കവിണ്ണ് വീണിട്ട് കാലഘട്ടം എത്രയായി? വെള്ളമില്ലെന്ന് പരാതി പറഞ്ഞ, നീ ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനത മോശയോട് ചോദ്യം ചോദിച്ചപ്പോൾ മോശ നേരെ ചെന്നു. എന്ത്? ദൈവത്തിന്റെ സന്നിധിയിൽ കവിണ്ണ് വീണു. ഈ കവിണ്ണ് വീഴുന്നതിന് ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് നൽകി തരും. സ്തോത്രം. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നേ, നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുന്നേ.
കവിണ്ണു വീണാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ്ണു വീണ് നിലവിളിക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ നമ്മളൊന്ന് ഹൃദയം, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദൈവാത്മാവ് പറയുകയാ, ആമേൻ, സ്തോത്രം, പ്രാർത്ഥനയ്ക്കായി സമയത്തെ വേർതിരിക്കണം, ആമേൻ, സ്തോത്രം, പ്രാർത്ഥനയ്ക്കായി തലകളെ മടക്കണം, പ്രാർത്ഥനയ്ക്കായി കണ്ണുനീരോടെ, ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴണം, ആമേൻ, സ്തോത്രം. അതിനകത്ത് നിന്ന്, ആമേൻ, കുഴിയിൽ നിന്ന് ചില കരകയറുന്നതായ അനുഭവങ്ങളെ 2026, ആമേൻ, സ്തോത്രം, പ്രവചനാത്മാവിൽ ഞാൻ പറയുന്നു, ആമേൻ, സ്തോത്രം, ഏപ്രിൽ മാസത്തിന് ശേഷം ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. എങ്ങനെ? ദൈവം പറയുന്നത് പോലെ ചില വ്യവസ്ഥകൾ വെച്ച് ഞാൻ പ്രവചനാത്മാവിൽ പറയുന്നു. കവിണ്ണ് വീഴാൻ തയ്യാറായാൽ, ആമേൻ, ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ, കുഴിക്കകത്ത് നിന്ന് കരകയറ്റുന്ന ചില ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പേ സ്വർഗം നൽകി തരുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. കവിണ്ണ് വീഴണം. പട്ടണത്തിനകത്ത് യേശുവിനെ കണ്ടപ്പോൾ കുഷ്ഠരോഗിയായ ഒരുവൻ എന്ത് ചെയ്തു? അവിടെ വാക്യം വായിക്കണ്ട. യേശുവിനെ കണ്ട് കവിണ്ണ് വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. നോക്കിക്കേ, കുഷ്ഠരോഗി. അറിയാം, ന്യായപ്രമാണം നമ്മൾ പഴയ നിയമമൊക്കെ പഠിക്കണം. സ്തോത്രം. പഠിച്ചു നോക്കിയാൽ കുഷ്ഠരോഗിയെ യഹൂദ നിയമപ്രകാരം അടുപ്പിക്കത്തില്ല. അവനൊരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ലോകം മറച്ച കുഷ്ഠരോഗിയെ കവിണ്ണ് വീണപ്പോൾ തൊക്കുണ്ടാക്കി വിട്ടവൻ, അവന്റെ കവിണ്ണ് വീണ ആ ഒരു നിമിഷം കൊണ്ട് പുതിയ തൊക്കുണ്ടാക്കി, അവന് പുതിയൊരു തൊലി ഉണ്ടാക്കി, അവനെ പുനർസൃഷ്ടിച്ച് അവന്റെ തൊക്കിനെ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം വചനത്തിന്റെ ബേസിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറയാ. ആമേൻ. കവിണ്ണ് വീണപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞതുപോലെ ലോകമറച്ച വിഷയം, ലോകമറച്ച വ്യക്തി, ആമേൻ, സ്വർഗം പുതുജീവൻ വെപ്പിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ഈ വചനം പറഞ്ഞ് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതിനെ അംഗീകരിക്കുക, അതിനെ വിശ്വസിക്കുക, അതിനെ ഏറ്റെടുക്കാൻ മനസ്സുള്ള ദൈവ പൈതൽ എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോ, കരമടിച്ചോ, സ്തോത്രം പറഞ്ഞോ, ഹല്ലേലൂയ പറഞ്ഞോ, ഉറക്കെ നിലവിളിച്ചോ, എങ്ങനെ വേണമെങ്കിലും ദൈവസന്നിധിയിൽ പ്രതികരിച്ചാട്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. കവിണ്ണ് വീണ കേസ് ഒത്തിരി പ്രസംഗിക്കാനുണ്ടെങ്കിലും സമയത്തിന്റെ വിസ്താര ഭയം കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നു, സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നും സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണ് വീണു. വെളിപ്പാട് പുസ്തകം 11-16 ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണ് വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്. സ്തോത്രം. അപ്പൊ ദൈവസന്നിധിയിൽ കവിണ്ണ് വീഴുന്നതിന്റെ പ്രാധാന്യതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ്ണ് വീണ് കരഞ്ഞിട്ടുണ്ടോ ആ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം എൻ്റെ മുറിക്കകത്ത് പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ എന്തെങ്കിലും ഒരു കിഴവിക്കഥയല്ല പറയുന്നത്. ഇത് ഞാൻ മെനഞ്ഞ കഥയല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വർഗം എനിക്ക് തന്ന അനുഭവം ഞാൻ പറയട്ടെ. കവിണ്ണ് വീണ് നെടുമ്പാട് വീണപ്പോൾ എൻ്റെ കണ്ണുനീര് ധാരധാരയായി എൻ്റെ പായ നിറഞ്ഞപ്പോൾ എൻ്റെ ബൈബിള് നനച്ച് കുതിർത്തപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയാ, നിന്റെ നിന്നുപോയ കരച്ചിലിനെ, നിന്നുപോയ കവിണ്ണു പോണ പ്രാർത്ഥനയെ തിരികെ പിടിക്കാൻ തയ്യാറായ ആമേൻ, സ്തോത്രം, ചില മാറ്റങ്ങൾ, ചില സ്വാന്തനത്തിന്റെ കരങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി ഇറക്കുമെന്ന് വചനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. ജീസസ്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത കേസാ മോശയും അഹരോനെയും തിരഞ്ഞെടുത്ത ദൈവം, വിളിച്ചിറക്കിയ ദൈവം. അവിടെ പറയുകയാ, ആമേൻ, വായിക്കണ്ട, സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണെന്ന് അറിയാമോ? അഹരോന്റെ വടി തളർത്തു. അഹരോന്റെ വടി തളർത്തു. സംശയം ഉണ്ടെങ്കിൽ 17-7 വായിച്ചാട്ടാ. ഈ ഭാഗം ശ്രദ്ധിക്കണേ. ഈ ഭാഗം നമുക്കറിയാം, ചരിത്രം പഠിച്ചാൽ ന്യായപ്രമാണ പ്രകാരമുള്ള ആരാധന ആ കാലഘട്ടത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഈ അഹരോന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവിടെ ഒരു വിഷയം ഉണ്ടായി. ആര്? ഗോത്രത്തലവന്മാര് തമ്മിൽ എന്തുണ്ടായി?
വിഷയം ഉണ്ടായി. സ്തോത്രം. തർക്കമുണ്ടായി. ആ തർക്കത്തിനകത്ത് ആര് നേരിട്ടിറങ്ങി? ആശീർവാദം പറയണോ? യെസ്, യഹോവയായ ദൈവം നേരിട്ടിറങ്ങി എന്നാ വചനം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാ നേരിട്ടിറക്കി? തെരഞ്ഞെടുത്തത് ആരാ? യഹോവ. ദൈവം തെരഞ്ഞെടുത്തവനെ, ആമേൻ സ്തോത്രം, പകരക്കാരനെ വിട്ട്, നമ്മൾ ചെയ്യുന്നത് പോലെ മൂന്നാമനെ വിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നവനല്ല ദൈവം. സ്തോത്രം പറ. ആ കരമുയർത്തി പറ. നിന്റെ വിഷയത്തിനകത്ത് പകരക്കാരനെ വിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നവനല്ല ദൈവം. നേരിട്ട് കാര്യത്തിന് സൊല്യൂഷൻ നൽകി തരുന്നവനാ ദൈവം. സ്തോത്രം. ഇവിടെ ഓരോ ഗോത്രത്തലവന്മാരുടെയും എന്ത് പറഞ്ഞു? വടി എവിടെ വെക്കണം? ദൈവസന്നിധിയിൽ കൊണ്ടുവെക്കണം. ഗോത്രത്തലവന്മാരുടെ പേരെഴുതിയ വടി എവിടെ വെക്കണം? യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവെക്കണം. അതിന്റെ കൂട്ടത്തിൽ ഈ വടിയും വെക്കണം. ഏത് വടി? അഹരോന്റെ വടി, ലേവിയുടെ വടിയാ. ലേവിയുടെ, നിങ്ങൾക്ക് ഈ ലേവി എന്നൊക്കെ പറഞ്ഞ പിടികിട്ടു എനിക്കറിയത്തില്ല. സ്വന്തം ലേവി ഗോത്രം, ദൈവം ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്ത ഗോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറയാം. ശ്രദ്ധിക്കണേ. സ്തോത്രം. ആമീൻ. മോശ ദൈവസന്നിധിയിൽ കയറിപ്പോയി പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര ആരാധനയാണ്. എന്താരാധനയാ? വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിച്ചു. ഇതിന്റെ പുറത്ത് മോശ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥ ദൈവത്തെ സേവിക്കുന്നവർ മാറി നിൽക്കാൻ. ആ മാറി നിന്ന കൂട്ടത്തിൽ മാറി നിന്ന ഒരു കൂട്ടമാണ് ലേവി ഗോത്രം. ആ ലേവി ഗോത്രത്തിന്റെ വടി എവിടെ വെക്കണം? ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കണം. ഈ വടി എവിടെ ജയിച്ചതാ? പുറത്ത് ജയിച്ചതാ. മിണ്ടുന്നില്ല. പുറത്ത് ജയിച്ചതാ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ചെയ്ത, ആമേൻ, അടയാളങ്ങൾ ചെയ്ത, ആമേൻ, വീര്യപ്രവൃത്തികൾ വെളിപ്പെടുത്തിയ വടിയാണ് ഈ വടി. ഈ വടിയെ നീ എവിടെ വെക്കണം? അനാചാരങ്ങളും മന്ത്രവാദങ്ങളും പല ആഭിചാരക്രിയകളും ചെയ്തു കൂട്ടുന്ന സമൂഹം ദൈവസന്നിധിയിൽ നിരത്തി വെച്ച വടിയുടെ കൂട്ടത്തിൽ നീ എന്തു വെക്കണം? ഈ വടിയും കയറ്റി വെക്കണം. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. കയറ്റി വെക്കണം. പക്ഷേ എന്നെ ഇതൊന്നുമല്ല, ഞാൻ നേരെ പോയത് അവിടെ വചനം പറയുന്നുണ്ട്. എന്താണ്? താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ ബദാം എന്ത് ചെയ്തു? ഫലം. അത് എത്രാമത്തെ വാക്യമാ? 8 അവസാന വാക്യം, 17-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ അവസാനം പറയാം. ബദാം എന്ത് ചെയ്തു? അപ്പൊ എന്റെ നേരെ അന്വേഷണം എവിടെ പോയെന്നറിയോ? മണിക്കൂർ കൊണ്ട് ഒരു വടി കായ്ച്ച് എന്ത് ചെയ്തു? ബദാം പൂത്തു. അപ്പൊ എനിക്കിതിന്റെ ഹിസ്റ്ററി ഒന്ന് അന്വേഷിക്കണം എന്ന് തോന്നി. ഒരു ബദാം എത്ര വർഷം കൊണ്ട് പൂക്കും? സ്തോത്രം. ശ്രദ്ധിക്കണേ. ഒരു ബദാം മരം എത്ര വർഷം കൊണ്ട് പൂക്കും? അപ്പൊ നോർമലി ഒരു ബദാം പൂക്കുന്നത് എത്ര വർഷം കൊണ്ടാ? ആമീൻ. പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2-3 വർഷം കൊണ്ടാണ് ഒരു ബദാം മരം കായ് പുറപ്പെടുവിച്ച് അത് പുറത്തേക്ക് വരുന്നത്. അത് പറിച്ചെടുക്കണമെങ്കിലും വീണ്ടും 5-8 മാസങ്ങളോളം പിടിക്കും. നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ ശീതകാലത്ത്, അങ്ങനെ സീസൺ ടൈമിനകത്ത് പറിക്കുന്ന ബദാം. ശ്രദ്ധിക്കണേ. ഏലക്കായ എപ്പോഴും പറിക്കാൻ കിട്ടുമോ? ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ സ്തോത്രം ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണം. അന്നേരം നിറയെ ആളായിരിക്കും. മനസ്സിലായില്ല? ഓഫ് സീസൺ അല്ലേ? പണിയില്ലെന്ന്, വിളവില്ലെന്ന്. ഇത് തന്നെ ബദാമിന്റെ വിഷയത്തിനകത്തും ഓഫ് സീസൺ ആയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം വടി നോക്കിയപ്പോൾ അഹരോൻ വെച്ച വടി തളർത്തു, പൂത്തു, ഫലം പുറപ്പെടുവിച്ചു. ദൂത് പറയട്ടെ, ആർക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 2-3 വർഷം കൊണ്ട് കായ്ച്ച് ഫലം പുറത്തു വരേണ്ടതായ ബദാമിന്റെ ഫലം ഒറ്റ ദിവസം കൊണ്ട് പൂത്ത് പുറത്തു വന്നെങ്കിൽ എന്താണ് അതിന്റെ ഗുട്ടൻസ് എന്നറിയാമോ? തെരഞ്ഞെടുത്തവനിലുള്ള
വിളിക്കപ്പെട്ടവനിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടുവെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാ, തെരഞ്ഞെടുത്ത ദൈവമാണെങ്കിൽ, വിളിച്ചവൻ ദൈവമാണെങ്കിൽ, ആമേ സ്തോത്രം, നാളുകൾ കാത്തിരിക്കേണ്ട വിഷയ ഒരു പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് പരിഹരിക്കുവാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ നിന്റെ വിശ്വാസം തണുത്തു പോകാതെ, നിന്റെ പ്രത്യാശ തണുത്തു പോകാതെ, ഓ ആമേൻ, ആ കർത്താവിനെ മുറുകെ പിടിക്കാൻ നീ ഒരുക്കമാണെങ്കിൽ, ആ കർത്താവിനെ വിശ്വാസത്തോടെ ആമേ തള്ളിക്കളയാതെ, പൊറുപെറുക്കാതെ, അപമാനിക്കാതെ ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു യഹോവയെ നിന്റെ ജീവിതത്തിൽ കാണാം.